ശബരിമലയിലെ തിരക്കിനെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തു. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് പറയുകയാണ്. നമ്മുടെ ഈ ശബരിമല ചരിത്രം ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് നോക്കണം. ഇതിനു മുമ്പും 10-15 വർഷം മുമ്പും ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്ക്, കെട്ടുമുറുക്കി വരുന്നവർക്ക് 8, 10, 12 മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ ആ ചരിത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഒരു 10 കൊല്ലം മുമ്പൊക്കെ ശബരിമലയിൽ പോയ തീർത്ഥാടകരോട് ചോദിച്ചാൽ മതി, മണ്ഡല മകരവിളക്ക് കാലത്ത് പോയവരോട് ചോദിച്ചാൽ മതി തിരക്ക് എങ്ങനെയുണ്ട്. ഇതിപ്പോൾ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് സംഘപരിവാർ ഗ്രൂപ്പുകളും അതിന് കൂടെ കോൺഗ്രസും, ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, ഡൽഹിയിൽ പ്രതിഷേധം, MP-മാരുടെ ഒരു നാടിനെ നാണം കെടുത്തുന്ന കഥ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കിതൊക്കെ എന്തുകൊണ്ട് ചെയ്യാൻ തോന്നുന്നത്? അപ്പോൾ ഈ ശബരിമലയുടെ ചരിത്രം എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്രൗഡ് മാനേജ്മെന്റിന് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അത് ആചാര ലംഘനമായിട്ട് പിന്നെ അത് ആഘോഷിക്കും. ആര്? ഈ സംഘപരിവാറും കേരളത്തിലെ VD സതീശൻ, K സുധാകരൻ, സതി കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ഇവിടെ ഉള്ളത്, ആഘോഷിക്കും. നമ്മൾ വളരെ നേർരേഖയിൽ ചിന്തിച്ചാൽ എന്താ വേണ്ടത്? അവിടെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ട്. ആദ്യം പറഞ്ഞത് പോലീസുകാരെല്ലാം നവകേരള സദസ്സിലേക്ക് പോയി, ശബരിമലയിൽ പോലീസില്ല, ആകെ പ്രശ്നമായി, അലങ്കോലമായി. അത് ഞങ്ങൾ പറഞ്ഞു. 16,000-ലധികം പോലീസുകാർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ശബരിമലയിൽ ഡ്യൂട്ടിക്കുണ്ട്. ശബരിമല, പമ്പ, നിലയ്ക്കൽ ആ റൂട്ടിലുണ്ട്. അപ്പോൾ പോലീസുകാരുടെ എണ്ണം കുറഞ്ഞതോ പോലീസ് മാനേജ്മെന്റോ അല്ല വിഷയം. പിന്നെ പോലീസിനെ നിയോഗിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതായത് ഇപ്പോൾ 16,000 പോലീസുകാർ ഇപ്പോൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്നു. ഇനി അതിൻ്റെ എണ്ണം വീണ്ടും കൂട്ടിയാൽ അവിടെ പോലീസുകാരുടെ കൂടുകയാണ്, തിരക്ക് വീണ്ടും കൂടുകയാണ്. ക്രൗഡ് മാനേജ്മെന്റിനും മിനിമം ഒരു ഫോഴ്സിനെയാണ് അവിടെ വേണ്ടത്. അല്ലാതെ കുറേ പോലീസുകാരെ അങ്ങോട്ടങ്ങ് ഇറക്കിയിട്ടൊന്നും അവിടെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ വേണ്ടത് എന്താണ്? അടിയന്തിരമായിട്ട് ഞങ്ങൾ പറയുന്നു, ഇനി ആചാര ലംഘനത്തിന് വേണ്ടി ഞങ്ങളെ ചീത്ത വിളിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? 365 ദിവസവും ശബരിമല നട തുറന്നു വെക്കുക. ഇപ്പൊ തന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി തുറന്നു, ഒരാഴ്ച നട തുറന്നു വെക്കുന്നുണ്ടല്ലോ, എല്ലാ മലയാള മാസം 1-ാം തീയതി. മുമ്പതില്ലായിരുന്നല്ലോ. അപ്പം ആചാരങ്ങൾ മാറ്റാമല്ലോ. അതേപോലെ ഇപ്പൊ ദർശന സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചു, തന്ത്രി ഇടപെട്ടിട്ട്. അത് ആചാരലംഘനമായിട്ട് ആരും പറയുന്നില്ലല്ലോ. പിന്നെ അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രം എല്ലാ ദിവസവും തുറന്നു വെച്ചുകൂടാ? എന്നിട്ട് നിയന്ത്രിച്ച് തീർത്ഥാടകരെ കടത്തിവിടുക. വനത്തിന് വനമേഖലയ്ക്ക്, പെരിയാർ കടുവാ സങ്കേതത്തിൽപ്പെടുന്ന വനമാണ് ശബരിമലയും. വനമേഖലയ്ക്ക്, വന്യജീവികൾക്ക് ആഘാതമുണ്ടാക്കാതെ എല്ലാ ദിവസവും തുറന്നു വെക്കുക, തിരുപ്പതിയെ പോലെ. എന്നിട്ട് നിയന്ത്രിച്ച് വിടുക. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് വരുന്ന ഈ ഒരു വലിയ റഷ് ഉണ്ടല്ലോ, അതിനെ നിയന്ത്രിച്ച് കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ശബരിമലയിൽ ഏത് സമയം ദുരന്തം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതുകൊണ്ടാണ്. പിന്നെ 18-ാം പടി വീതി കൂട്ടണം. അത് ആചാരപ്രകാരം ദേവപ്രശ്നമോ എന്താന്ന് വെച്ചാൽ കൂടിയിട്ട് അതായത് ഇതൊരു കുപ്പിക്കഴുത്തെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ബോട്ടിലിനൊക്കെ. ഈ ഒരു കുപ്പിക്കഴുത്തിലൂടെ ഈ 1 ലക്ഷം പേരോളം കടന്നു പോകുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ആലോചിക്കുക. ഏറ്റവും വലിയ പ്രശ്നം 18-ാം പടിയുടെ ഈ ഒരു പരിമിതിയാണ്. അതായത് വെറും 5 അടി വീതി മാത്രമുള്ള 18 പടികൾ. അപ്പൊ അത് ആ മതിൽ പൊളിച്ചിട്ട് വീതിയുള്ള 18-ാം പടിയെങ്കിലും നിർമ്മിച്ചാൽ കുറെ കൂടെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ശാസ്ത്രീയമായ ഈ ക്രൗഡ് മാനേജ്മെന്റ്, ഈ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നവരെയും വിർച്വൽ ക്യൂ വരുന്നവരെയും സ്പോട്ട് ബുക്കിംഗ് വരുന്നവരുടെയും കൃത്യമായ ഒരു ശാസ്ത്രീയ കണക്ക് നമ്മൾ പോലീസോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര പേരെ വനത്തിനുള്ളിലേക്ക് കടക്കുന്നുള്ളൂ, അത്രയും പേര് കടന്നിട്ട് അവർ തിരിച്ചു പോകുന്നു. ഈ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതിനൊറ്റ നല്ലൊരു എക്സാമ്പിൾ ഇപ്പൊ ഗവി ടൂറിസമാണ്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിലെ ആൾക്കാർ കേരളം ടൂറിസം സ്പോട്ടിൽ സെർച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗവി. അപ്പൊ ഗവിയിലേക്ക് ഒരു ദിവസം 30 വാഹനങ്ങളാണ് വനംവകുപ്പ് കടത്തിവിടുന്നത്, 30 വാഹനങ്ങൾ.
പിന്നെ KSRTCയുടെ പാക്കേജ് ബസ്സും ഓർഡിനറി ലൈൻ ബസ്സുകളുമാണ് പോകുന്നത്. അപ്പോൾ ഒരു വനത്തിന് ആഘാതം ഏൽപ്പിക്കാതെ 30 വാഹനങ്ങളെ ഒരു ദിവസം ഗവിയിലേക്ക് കടത്തിവിടുള്ളൂ. ഈ കടത്തിവിടുന്ന വാഹനങ്ങൾ രാവിലെ ചെക്ക് പോസ്റ്റ് കടന്ന് പോകുന്ന വാഹനങ്ങൾ വൈകിട്ട് 6 മണിക്ക് മുമ്പ് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് ഇടുക്കി സൈഡിൽ വള്ളക്കടവിൽ, അപ്പോൾ ശബരിമല വനമേഖലയിൽ നിന്ന് വനത്തിൽ കയറുന്നു, ഗവി റൂട്ടിൽ കയറുന്നു. എന്നിട്ട് ഇടുക്കിയിൽ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് വള്ളക്കടവ് വണ്ടിപ്പെരിയാറിന് ഇപ്പുറത്ത് ഇറങ്ങി പോകുമ്പോൾ ഈ വാഹനങ്ങളെല്ലാം കയറിയ വാഹനങ്ങളെല്ലാം കടന്നുപോയി എന്ന് കൃത്യമായ ഒരു സ്റ്റാറ്റ്സ് ഡേറ്റ വനം വകുപ്പിന് പിന്നെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ആരും വനത്തിൽ കുടുങ്ങിയിട്ടില്ല, ഇന്ന വണ്ടി ഇന്ന നമ്പർ വണ്ടി കടന്നുപോയില്ലല്ലോ, അവരെവിടെ എന്ന് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു ക്രൗഡ് മാനേജ്മെന്റ് ഗവി ടൂറിസത്തിൽ വനം വകുപ്പിന് ചെയ്യാൻ ഭംഗിയായിട്ട്, വളരെ ഫലപ്രദമായിട്ട്, കാര്യക്ഷമമായിട്ട് വനം വകുപ്പ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ശബരിമല വരുന്നവരുടെ എണ്ണം എത്രയോ ലക്ഷമാണ്. അപ്പം അതിനനുസൃതമായ ഒരു ശാസ്ത്രീയ സംവിധാനം വനം വകുപ്പും പോലീസും മറ്റുള്ള അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ചേർന്നിട്ട് ചെയ്താലേ ഇപ്പം തന്നെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ കുറച്ചുകൂടി ശാസ്ത്രീയമായ ഒരു ക്രൗഡ് മാനേജ്മെന്റ്, പിന്നെ ആൾക്കൂട്ട നിയന്ത്രണ സംവിധാനം ശാസ്ത്രീയമായിട്ട് കൊണ്ടുവരാൻ ആണ് നമ്മളിനി അടുത്ത തീർത്ഥാടന കാലം അല്ല ഇനിയുള്ള സമയത്ത് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സംഘപരിവാർ സുധാസരി കോൺഗ്രസിന്റെ അജണ്ടയിൽ ആരും പെട്ടുപോകരുത്. അത്തരം ഒരു പ്രശ്നങ്ങളും ശബരിമലയിലില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. കാരണം ഇന്ത്യയിൽ അല്ലെ വിദേശത്ത് ജനങ്ങളിൽ അവരെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം നമ്പർ 1 എന്ന് പറഞ്ഞാൽ അത് ശബരിമലയാണ്. അപ്പം നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ലോകം ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊളിറ്റിക്കൽ മൈലേജ്, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന നീച ബുദ്ധിയെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം BD സതീശനും സംഘപരിവാർ നേതാക്കളും ഒക്കെ പറയുന്നത് എന്താണ്? എല്ലാം ഒരേ സ്വരമാണ് പറയുന്നത്. BD സതീശൻ പറയുന്നത് നവകേരള സദസ്സ് കാരണം ശബരിമല തീർത്ഥാടനം പാളി. എന്തടിസ്ഥാനത്തിനുള്ളത്? ശബരിമല തീർത്ഥാടനത്തിന് ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. നുണക്കഥകൾ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കുകയാണ്. ഒരു കുട്ടിയെ അച്ഛൻ സാധനം വാങ്ങാൻ പോയപ്പോൾ ഒരു കുട്ടി ബസ്സിരുന്ന് കരഞ്ഞപ്പോൾ ബസ് വിടാൻ തുടങ്ങിയപ്പോൾ എത്രയോ 1-2 മിനിറ്റിലെ കാര്യം ഒരു വലിയ വാർത്തയാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ്. തീർത്ഥാടനമെല്ലാം പാളിപ്പോയി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണോ നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്?